പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോ പറഞ്ഞു, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. പൗലോസ്ലീഹ പറഞ്ഞു, എനിക്ക് ദുരിതം സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ. അതെൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവർക്കൊരു ഗുണമുണ്ട് കേട്ടോ. വചനം പ്രസംഗിക്കാൻ ആരെയൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ടോ അവരുടെ മേൽ തിന്മയ്ക്ക് അധികാരമില്ല. കാരണം വചനം പ്രഘോഷിക്കുവാൻ അനുവാദം കൊടുത്ത ദൈവം മറ്റൊരു കാര്യവും കൂടെ കൊടുത്തു. സാത്താനെ ബന്ധിക്കാനുള്ള അധികാരം കൂടെ കൊടുത്തു. അത് നിന്റെ കഴിവുകൊണ്ടല്ല. കാരണം നിന്നിൽ വചനമുണ്ടെങ്കിൽ സാത്താൻ പ്രവേശിക്കില്ല. വചനം സാത്താൻ്റെ തലയെ തകർക്കുന്ന ഒന്നാണ്. അതാണ് സ്ത്രീയും നീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ആ വചനം നിന്നിലുണ്ടോ എങ്കിൽ സത്യമായിട്ടും സാത്താൻ്റെ തല തകർക്കുന്നവനാണ് അവൻ. ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് ഓടിവരാം. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.